ഇവിടെ വേറെ ആരുമില്ലേ? അച്ഛൻ പുറത്തു പോയിരിക്കുക. ശശികലയ്ക്ക് ഇവിടെ ജോലി കിട്ടിയ വിവരം ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു. നിങ്ങളുടെ ഓഫീസിലെ രാമമൂർത്തി എന്റെ സുഹൃത്താണ്. ഒന്ന് കാണാൻ വേണ്ടി ഞാൻ പലപ്പോഴും കാത്തു നിന്നിട്ടുണ്ട്. എന്നെ കാണാനോ? എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ടോ? ഇഷ്ടമുള്ളവരെ കാത്തു നിൽക്കുന്നത് ഒരു സന്തോഷമല്ലേ? സുമിത്ര പറയാറുള്ള അതേ വാചകം. സുമിത്രയുടെ കാര്യം വിട്, നമുക്ക് നമ്മുടെ കാര്യം. ശശികലയ്ക്ക് വായന ഇഷ്ടമാണ്? അതെ. ഇംഗ്ലീഷ് ഓർ മലയാളം? രണ്ടും ഇഷ്ടമാണ്. വരൂ, നല്ലൊരു ഇംഗ്ലീഷ് പുസ്തകം ഞാൻ തരാം. ഇരിക്കും. ഹാർട്ട് ടച്ചിങ് സ്റ്റോറി വായിച്ചിട്ട് പിന്നെ തന്നാ മതി. എങ്കിൽ ഞാൻ വരട്ടെ. ഇരിക്കൂ. ശശികല എന്താ ഇതുവരെ വിവാഹം കഴിക്കാഞ്ഞത്? ഞാൻ പോട്ടെ. ഇരിക്കൂ. അരുതാത്ത എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ക്ഷമിക്കൂ. എന്തിനാ കരയുന്നേ? എന്നെ കളിയാക്കിയപ്പോൾ എനിക്ക് വേദന തോന്നി. ശശികലയുടെ ഹൃദയം നിർമ്മലമാണ്. ആ ഹൃദയം കാണാൻ കഴിവുള്ള ഒരു യുവാവ് വിവാഹാഭ്യർത്ഥനയുമായി വന്നാൽ ശശികല എന്തു പറയും? നടക്കാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. പണവും പ്രൗഢിയും ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ശശികലയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഇത്രയും തമാശകൾ ഇഷ്ടമല്ല. വലിയ വീട്ടിലെ ആളുകൾക്ക് പാവപ്പെട്ടവരെ കളിയാക്കുന്നത് ഒരു രസമാണല്ലോ. ഇത് തമാശയല്ല. ശശികലയെ ഞാൻ വിവാഹം കഴിക്കട്ടെ. പ്ലീസ് ഒന്ന് നിർത്തൂ രാജേട്ടാ. ശശികല എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നിങ്ങൾ സുമിത്ര വിവാഹം കഴിക്കാൻ പോവല്ലേ? പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ കളിയാക്കുന്നു? ഓഹോ, അതാണോ കാര്യം? അപ്പോ സുമിത്ര ഒന്നും പറഞ്ഞില്ലേ? സുമിത്രയും ഞാനുമായുള്ള ബന്ധം അവസാനിച്ചു. ഞാൻ പോട്ടെ. എനിക്ക് മറുപടി കിട്ടിയില്ല. നിങ്ങളുടെ തമാശ കുറെ കൂടി പോകുന്നു. ശശികലയ്ക്ക് അറിയാമോ, സുകുമാരനെ കൊന്നത് സുമിത്രയാണ്. ഇത്രയും കാലം അവളെന്നെ വഞ്ചിക്കുകയായിരുന്നു. ഇനി അവളുമായിട്ട് ഒരിടപാടുമില്ല. എന്താ ഒന്നും മിണ്ടാത്തത്? എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. സ്ത്രീധനം വാങ്ങാതെ ശശികല ഞാൻ വിവാഹം കഴിക്കാം. ശശികലയ്ക്ക് സമ്മതമാണോ? എനിക്കറിയില്ല. വിഷമിക്കണ്ട, ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഞാൻ കാത്തിരിക്കാം. അമ്മേ, അമ്മേ, എന്ത് വേണം? അമ്മയും മാലി ചേച്ചിയൊക്കെ ഒന്ന് കാണാൻ വന്നതാ. സതീഷിനെ കണ്ടേ? വേണം, സതീഷിനെയും കാണണം. സതീഷിനെ മാത്രം കണ്ടാ പോരെ? ഈ കുടുംബം നശിപ്പിച്ചവളാണ് നീ. അമ്മ എന്താണ് ഈ പറയുന്നത്? എന്നാലും എന്റെ സുമിത്രേ, സതീഷിനൊരു ഭാര്യയും കുഞ്ഞും ഉണ്ടെന്നുള്ള വിചാരം പോലും നിനക്കില്ലാതെ പോയല്ലോ. ഞാൻ എന്ത് ചെയ്യുന്നാണ് അമ്മ പറയുന്നത്? സതീഷും നീയും കൂടി എത്ര പ്രാവശ്യം ഹോട്ടലിൽ മുറിയെടുത്തിട്ടുണ്ട്? ഈ കള്ളക്കഥകളൊക്കെ ആര് പറഞ്ഞു കേൾപ്പിച്ചു? മരിച്ചുപോയ എന്റെ അമ്മയെ സാക്ഷി നിർത്തി പറയുന്നു. ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. ഇനിയും ഞങ്ങളെ വിഡ്ഢികളാക്കാമെന്നാണ് നീ വിചാരിക്കുന്നത്? നീ കാല് കുത്തുന്ന ഒരു കുടുംബത്തിനും ഗതി പിടിക്കില്ല. ഇറങ്ങടി. മാലിനി ചേച്ചി ഞാനിന്ന് കണ്ടോട്ടെ. മാലിനി ചേച്ചി സതീഷുമായി പിണങ്ങി അവൾ അവളുടെ വീട്ടിൽ പോയി.
നീ ഒരുത്തിയാണെന്നെല്ലാം കാരണക്കാരി. എന്നെ മനസ്സിലായില്ലായിരിക്കും. എന്റെ ഈ കൈകൾ സുമിത്ര എത്രയോ പ്രാവശ്യം എടുത്തിട്ടുള്ള ഒന്നും ഓർമ്മിക്കുന്നുണ്ടാവില്ലല്ലേ? എന്റെ പേര് ബാലേന്ദ്രൻ. പണ്ട് സുമിത്രയുടെ വീടിനടുത്തായിരുന്നു താമസം. സുമിത്രയ്ക്ക് 2 or 3 വയസ്സ് പ്രായമുള്ളപ്പോ അന്ന് ഞങ്ങൾ വീട് വിറ്റ് മലബാറിന് പോയി. ഇപ്പോ ഞാൻ മദ്രാസ് സിനിമാ ഫീൽഡിലാണ്, തിരക്കഥാകൃത്ത്. ഒരു മലയാള സിനിമയ്ക്ക് കഥ എഴുതാൻ വേണ്ടി വന്നതാണ്. ഏകാന്തമായൊരു സ്ഥലം അന്വേഷിച്ചപ്പോ കിട്ടിയത് ഈ വീടാണ്. ശിവരാമൻ നായരുണ്ടോ? ഇല്ല, അച്ഛൻ മരിച്ചുപോയി. അമ്മ? അമ്മയും മരിച്ചു. അപ്പോ വീട്ടിൽ ഞാനും എന്റെ അനിയനും. വരട്ടെ. ബാബുമോനെ, നീ അറിഞ്ഞോ? നമ്മുടെ പറമ്പിനപ്പുറത്ത് ആൾ താമസമില്ലാത്ത വീട്ടിലെ ഒരാൾ താമസിക്കാൻ വന്നിരിക്കുന്നു. ആരാ ചേച്ചി? ഒരു സിനിമാക്കാരനാ. കഥ എഴുതാൻ വന്നതാണത്രേ. സിനിമാക്കാരനോ? ഇന്ന് ഞാനൊന്ന് പോയി നോക്കട്ടെ. നിങ്ങളാണോ സിനിമാക്കാരൻ? ഏത് സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതുന്നേ? ആര് പറഞ്ഞു? ചേച്ചി. ഓ, സുമിത്രയുടെ അനിയനാണോ? ആ, ബാബുമോൻ. ഇരിക്കൂ. ബാബുമോൻ സിനിമ കാണാറുണ്ടോ? സിനിമ എനിക്ക് വലിയ ഇഷ്ടാ. സിനിമ നടന്മാരൊക്കെ പരിചയമുണ്ടോ? മമ്മൂട്ടി, മോഹൻലാലിനൊക്കെ? എല്ലാവരെയും പരിചയമുണ്ട്. അവരുടെ മേത്ത് തൊട്ടിട്ടുണ്ടോ? ബാബുമോന് സിനിമ നടന്മാരെ വലിയ ഇഷ്ടമാണല്ലേ? ആ, ഇതുവരെ ഞാൻ ആരും നേരി കണ്ടിട്ടില്ല. എന്നാൽ എന്റെ കൂടെ മദ്രാസിൽ വന്നാൽ എല്ലാവരെയും കൊണ്ടുപോയി പരിചയപ്പെടുത്താം. കൊണ്ടുപോവോ? ഇപ്പോഴല്ല, കുറെ നാൾ കഴിഞ്ഞ് ഞാൻ മടങ്ങിപ്പോകുമ്പോ. എന്നാ ഞാൻ പോയി ചേച്ചിയോട് ചോദിക്കട്ടെ. പിന്നെ എന്റെ വീട്ടിലേക്കൊന്ന് വരുമോ? എന്തിനാ? ചുമ്മാ ഒരു സിനിമാക്കാരൻ എന്റെ വീട്ടിൽ വരുന്നത് എനിക്കൊരു ഗമയല്ലേ, എല്ലാരോടും പറയാമല്ലോ. പിന്നൊരിക്കലാവട്ടെ. എനിക്ക് ബാലേട്ടന്റെ ഒരു ഫോട്ടോ തരുമോ? എന്തിന്? സ്കൂളിൽ കൊണ്ടുപോയി എല്ലാവരും കാണിക്കാനാ. ശരി, വാ. ചേച്ചി, ചേച്ചി, ഞാൻ കണ്ടു, സിനിമാക്കാരനെ കണ്ടു. ദേ, ഇത് കണ്ടോ? എന്നെ മദ്രാസിൽ കൊണ്ടുപോയി സിനിമാ നടന്മാരും ഒക്കെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞിരിക്കാ. അതൊക്കെ നിന്നെ പറ്റിക്കാൻ പറഞ്ഞതല്ലേ? പറ്റിക്കാനൊന്നുമല്ല, എന്നെ വലിയ ഇഷ്ടായി. ഒരു ദിവസം പുള്ളിക്കാരൻ ഇവിടെ വരും, ഞാൻ വിളിച്ചിട്ടുണ്ട്. വേണ്ട, ഇങ്ങോട്ട് ആരും വരണ്ട. ഒരു പരിചയമില്ലാത്ത ഒരാളെ വിളിച്ച് സൽക്കരിച്ചാൽ പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാതാവും. ഒരു സിനിമാക്കാരൻ വീട്ടിൽ വരുന്നത് ഒരു ഗമയല്ലേ ചേച്ചി? ഈ ചേച്ചിക്ക് ഒന്നും അറിഞ്ഞൂടാ. എന്താ പെണ്ണെ, ഉറങ്ങാൻ സമ്മതിക്കില്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പാതിരാത്രിയിൽ എന്താ കല്യാണക്കാരിയാണോ? ആ, കല്യാണക്കാരൻ തന്നെ. എന്നാ ചോദിക്കും.
പ്രൗഢിയും ആരോഗ്യവും വിദ്യാഭ്യാസമുള്ള ഒരു യുവാവ് എന്നോട് വിവാഹാഭ്യർത്ഥന നടത്തിയിരിക്കുന്നു. ഞാൻ എന്ത് മറുപടി കൊടുക്കണം? നീ എന്ത് പറഞ്ഞു? ആലോചിക്കട്ടെ എന്ന്. നീ ഒരു മണ്ടിപ്പെണ്ണ. അല്ലെങ്കിൽ അവൻ എന്തിത്ര ആലോചിക്കാനിരിക്കുന്നു? ഐ ആം റെഡി എന്ന് പറഞ്ഞ പോരായിരുന്നോ? ആരെ കക്ഷി? അത് പറയടി. രാജേന്ദ്രൻ. അമ്പടി കള്ളി. പുളിങ്കൊണ്ടാണല്ലോ കിട്ടിയിരിക്കുന്നത്. മുറുകെ പിടിച്ചോണം. ഞാൻ തന്നെ പുസ്തകം വായിച്ചു. ഓ, വായിച്ചു. ആ, നിങ്ങളൊന്ന് സംസാരിക്കേ. ഞാൻ ആ കടയിൽ പോയി ഒരു സാധനം വാങ്ങട്ടെ. എനിക്ക് മറുപടി കിട്ടിയില്ല. രാജേട്ടൻ ഈ പുസ്തകം തുറന്നു നോക്ക്. അച്ഛാ, എന്താ മോളെ? ഞാനൊരു കാര്യം പറഞ്ഞ അച്ഛൻ പിണങ്ങോ? നീ കാര്യം പറ. എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായി ഒരാൾ വന്നിരിക്കുന്നു. ആരാ മോളെ? രാജേന്ദ്രൻ. രാജേന്ദ്രനോ? അതെ അച്ഛാ, രാജേന്ദ്രൻ സുമിത്ര ഉപേക്ഷിച്ചു. എന്നെ വിവാഹം കഴിക്കാമെന്ന് വാക്ക് തന്നിരിക്കുന്നു. സുമിത്രയുടെ മുഖത്ത് നോക്കി നിനക്കത് ചെയ്യാനാകുമോ? അവൾക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞാലും അയാൾ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കില്ല അച്ഛാ. രാജേന്ദ്രൻ അല്ലാതെ മറ്റൊരാൾ ഇങ്ങനൊരു വാഗ്ദാനവുമായി ഇനി വരുമെന്ന് അച്ഛൻ കരുതുന്നുണ്ടോ? ചേച്ചി, ചേച്ചി, ശശിയില ചേച്ചി വന്നിട്ടുണ്ട്. ആര് പറഞ്ഞു? ലീനമോള് സ്കൂളിൽ വെച്ച് പറഞ്ഞതാ. എന്നിട്ട് അവൾ ഇവിടെ വന്നില്ലല്ലോ. ലീനമോള് കള്ളം പറഞ്ഞതായിരിക്കും. കള്ളമൊന്നല്ല, ശശിയില ചേച്ചി കൊണ്ടുവന്ന പുതിയ പാവടയും ബ്ലൗസും ഇട്ടോണ്ടാ അവളിന്ന് സ്കൂളിൽ വന്നത്. നാളെ രാവിലെ തിരിച്ചു പോകുന്നു. നല്ല ആളാ നീ. അങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. സമയം കിട്ടാത്തോണ്ട സുമിത്രേ, ക്ഷമിച്ചിരിക്കുന്നു. ആട്ടെ, ജോലിയൊക്കെ എങ്ങനെ? ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താ നിന്റെ മുഖത്തൊരു വല്ലായ്മ? ഒന്നുമില്ല. കള്ളം. നിന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ? എന്തേ നീ കരയുന്നത്? എന്റെ ദുരിതങ്ങൾ ഓർത്തിട്ടാണോ? സാരമില്ല. ദേ, നമുക്കിന്ന് ആറ്റി കുളിക്കാൻ പോണം. എത്ര നാളായി നമ്മൾ ഒരുമിച്ചൊന്ന് കുളിച്ചിട്ട്. ഞാൻ വരുന്നില്ല. നിനക്ക് എന്ത് പറ്റി ശശി? എന്താ ശശി? വീട്ടിലേക്ക് വാ. നിനക്ക് ഇഷ്ടപ്പെട്ട പലഹാരം ഉണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കി തരാം. എനിക്ക് വേണ്ട. രാജേട്ടനും നീയും തമ്മിൽ പിണങ്ങിയോ? ഓ, അതോർത്തായിരുന്നു ഈ കണ്ണീര്. നീ വിഷമിക്കണ്ട. ഒരു ചെറിയ സൗന്ദര്യപ്പിണക്കമേ ഉള്ളൂ. അതുടനെ മാറും. രാജേട്ടനെ നീ കണ്ടോ? ഇനി കാണുമ്പോ രാജേട്ടനോട് പറഞ്ഞേക്ക് എനിക്ക് പിണക്കമൊന്നുമില്ലെന്ന്. നിങ്ങളുടെ വിവാഹം ഉടനെ ഉണ്ടോ? എന്റെ പേരിലുള്ള കേസൊക്കെ തീർന്നിട്ട്. എന്റെ വിവാഹം നിശ്ചയിച്ചു. ഞാൻ പറഞ്ഞില്ലേ നിനക്കൊരു നല്ല കാലം വരുമെന്ന്. ഇപ്പൊ സമ്മതിച്ചോ? നിനക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോ താമസിയാതെ എനിക്കൊരു കല്യാണം കൂടാം, അല്ലേ? ആരാ മോളെ നിന്റെ കല്യാണ ചെറുക്കൻ? അത് പറയൂ പെണ്ണേ. പിന്നെ ആവട്ടെ. കളഞ്ഞു, ആ മൂട് കളഞ്ഞു. ആരാന്ന് പറയടി, ഞാനൊന്ന് സന്തോഷിക്കട്ടെ. ഇല്ല, ഇപ്പൊ നീ അതറിയണ്ട. എത്രയായാലും വിവാഹം വരെയല്ലേ ഒളിച്ചു വയ്ക്കൂ. വിവാഹത്തിന് കാണാമല്ലോ.
ആ ബാലേട്ടന് എന്തൊരു ധൈര്യശാലിയല്ലേ ചേച്ചി? നീ ഇടുന്ന് ഉറങ്ങാൻ നോക്ക്. ചേച്ചിക്ക് എന്താ ബാലേട്ടനോട് ഇത്രയ്ക്ക് ദേഷ്യം? എനിക്ക് ദേഷ്യമൊന്നുമില്ല. ബാലേട്ടനോട് ചേച്ചി ഒരു നന്ദി പോലും പറഞ്ഞില്ലല്ലോ. നമ്മളൊക്കെ നന്ദിയില്ലാത്തവരാണെന്ന് ബാലേട്ടൻ ഓർത്തു കാണും. നാളെ നീ ചെന്ന് നന്ദി പറഞ്ഞാൽ മതി. ചേച്ചിക്ക് എന്താ ഇപ്പൊ എങ്ങനെ തോന്നിയത്? രാത്രി ഇവിടെ വന്ന് നമുക്ക് വേണ്ടി ബുദ്ധിമുട്ടിയതല്ലേ. ഒന്നും പറഞ്ഞില്ലെങ്കിൽ എന്ത് വിചാരിക്കും? ബാലേട്ടൻ പിണങ്ങി കാണും. ചേച്ചി, ഞാൻ ബാലേട്ടനോട് നന്ദി പറഞ്ഞു. എന്നിട്ട്? ബാലേട്ടന് ഇഷ്ടമില്ലാത്തവരുടെ നന്ദി വേണ്ടെന്ന്. ആർക്കാ ഇഷ്ടമില്ലാത്തത്? ചേച്ചിക്ക്. എനിക്കോ? ചേച്ചിയല്ലേ ഒരിക്കലും പറഞ്ഞത് ബാലേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാന്ന്. ഞാനത് ബാലേട്ടനോട് പറഞ്ഞു.